ഞാൻ ചെറുക്കനും കൂടെ വന്നെന്ന് പറഞ്ഞോളൂ. അപ്പോഴത്തേക്ക് പെര ഇന്ന് തുള്ളിക്കളിച്ച് പൊളിക്കും. എന്റെ ദൈവമേ, ആ കല്യാണ പല്ലക്ക് പഞ്ചറാവണേ. നീ എന്നാടി വിഷമിച്ചിരിക്കണേ? ഞാൻ എന്തിനാ വിഷം വെച്ചോണ്ടിരിക്കണത്? ആട്ടി കിടുക്കാച്ചി സാധനം ഫസ്റ്റ് തന്നെ. അതാണ് ചോദിച്ചേ, നീ എന്തിനാ വിഷമിച്ചിരിക്കണേന്ന്. ശ്രീകുട്ടി, അത് വേറൊന്നല്ല. എന്നെ പറ. ഈ കല്യാണം എന്നൊക്കെ പറയുമ്പോ ഒരു പ്ലാൻ വേണ്ടേ? ചെക്കന് വല്ല സംസ്കാരം ഉണ്ടാവും. അതോർത്ത് നീ പേടിക്കണ്ട. നിന്നെ കെട്ടിക്കഴിഞ്ഞാ പിറ്റേ ദിവസം അവന്റെ സംസ്കാരം ഉറപ്പ്. പിന്നെ അറിഞ്ഞോടെ എന്റെ ടെൻഷൻ. എന്റെ കല്യാണം നടക്കൂല്ലേ ഭഗവാനെ? എനിക്ക് നീ പേടിക്കണ്ട. അച്ഛനമ്മ ഈ കല്യാണം നടക്കാൻ വേണ്ടിട്ടാണ് അമ്പലത്തിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പോയിക്കുന്നത്. അതൊക്കെ നടന്നോളും. പിന്നെ ഞാനെന്തായാലും കല്യാണം കഴിച്ച് ചെക്കൻ്റെ കൂടെ പോകും. പിന്നെ നിന്റെ പ്ലാനിങ് എന്താ? എനിക്ക് അന്നും ഇന്നും എന്നും ഒറ്റ പ്ലാനുള്ളൂ. എനിക്ക് കുറേ പഠിക്കണം. എന്റെ ദൈവം തമ്പുരാനെ, 9ാം ക്ലാസ്സിൽ 9 വട്ടം പഠിച്ചിട്ട് കൊതി തീരാത്തൊരു പെണ്ണ്. നീ ഇനി ആ സ്കൂളിൽ പഠിക്കാൻ ചെന്നാ അവിടെയുള്ള പിള്ളേര് TC മേടിച്ച് പോകുന്ന പറഞ്ഞേക്കണ. ഇവിടെ നോക്കേണ്ട സുന്ദരി കുഞ്ഞല്ലേ. എടി അച്ഛൻ എന്താ പറഞ്ഞറിയോ? ശ്രീത്തമ്പളങ്ങളെ മുഖമാണ് എന്റെ ശ്രീകുട്ടിയുടെ എന്ന് പറഞ്ഞു. എന്റെ ദൈവമേ, ഇങ്ങനെ സത്യം പറയണ ഒരു തന്ത. എടി നോക്കടി, ഈ ഡ്രസ്സിൽ എന്നെ ചക്കനെ കണ്ട ഇഷ്ടപ്പെടും. അയ്യേ, ഈ ഡ്രസ് കൊള്ളില്ല. സുന്ദരിയല്ലേ ഞാൻ? എന്തിനു കൊള്ളാൻ? ഞാൻ പറയട്ടെ, എന്നെ പോലെ നല്ല മോഡേൺ ആയിട്ട് നടക്ക്. ഇപ്പോഴത്തെ ഉള്ള ആണുങ്ങൾക്കൊക്കെ മോഡേൺ ആയിട്ടുള്ള പെണ്ണുങ്ങളെ ഇഷ്ടം അല്ലേ ജീവച്ചേട്ടാ? കണ്ടോ? നീ സുന്ദരിയാ, നിനക്ക് മോഡേൺ ഒക്കെ ആണെങ്കിൽ ഞാൻ നാടനല്ലേ. എനിക്ക് ഒരു കാര്യം ചെയ്യുമ്പോൾ ഇത് മാറ്റ്. ഞാൻ വേറെ ഏതിടാനാ? ഒരു കാര്യം ചെയ്യും, എന്റെ ആ പിറന്നാളിന് ഇട്ട മറ്റേ ചുവന്ന ലാച്ചെട് അത് ഞാൻ അലമാരിൽ തേച്ച് മടക്കി നല്ല അങ്ങട് നോക്ക്. ഞാനവിടെ നോക്കട്ടെ. ഇപ്പോൾ ആദ്യം എന്നോട് ചോദിച്ചില്ല എന്നാ എന്റെ പ്ലാൻ എന്ന്. ഇതാണ് എന്റെ പ്ലാൻ. ഇവക്ക് വേറെ കിട്ടും ചെറുക്കന്മാരെ. എന്റെ കാര്യം അങ്ങനെയല്ല. ഇന്നിവിടെ ചെറുക്കം കാണാൻ വന്ന് ആദ്യം എന്നെ കണ്ട് എന്നെ കെട്ടിയിട്ട് മതി ഇവക്കട കല്യാണം. നീ അവിടെ കണ്ടത് തല്ലി പൊളിക്കുള്ളൂ, തുറക്കൂല ഞാൻ. ശ്രീകുട്ടി, രാമൻകുട്ടി, അയ്യോ അച്ഛൻ കൃഷ്ണൻകുട്ടി, അമ്മ അമ്മിണിക്കുട്ടി, ചേച്ചി മണിക്കുട്ടി, വീട്ടുപേര് പാറുക്കുട്ടി വിലാസം. ആരാ ഈ പാറക്കുട്ടി? അച്ചാമ്മ. ഇത്രയും കുട്ടികളുണ്ടെങ്കിൽ വീട്ടുപേര് മാറ്റണം. അംഗൻവാടി അല്ലെങ്കിൽ പ്ലേ സ്കൂൾ, അതാണ് ബെസ്റ്റ്. ചേട്ടാ വലിയ തമാശക്കാരനല്ലേ? ഓ അങ്ങനെയൊന്നുമില്ല, ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു തമാശകള്. ഒരു കാര്യമില്ല, ഇവിടെ വലിയ തമാശ വേണം, എന്നാലാ കാര്യമുള്ളൂ. അല്ലല്ലേ? എന്നെ മനസ്സിലായോ? ഞാനാണ് കുട്ടിയുടെ ചേച്ചി നന്ദിനി കുട്ടിയെ പെണ്ണ് കാണാൻ വന്ന രാമൻകുട്ടി. മാറിപ്പോയി മണിക്കുട്ടി. മണിക്കുട്ടി ഇവിടെ നാണത്തോടെ ഒളിച്ചിരിക്കുകയാണോ മണിക്കുട്ടി? ചേട്ടാ, അവള് നാണത്തോടെ ഒളിച്ചിരിക്കുകയല്ല, പിന്നെ കുടുംബത്തിന് മൊത്തം മാണക്കേടുണ്ടാക്കി വെച്ചേക്കുക. മനസ്സിലായില്ല? ഇന്നലെ രാത്രി അവക്കടെ കാമുകന്റെ കൂടെ ഒളിച്ചോടി പോയി. ഇത് ആരാ ഇങ്ങനെ മുട്ടുന്നത്? അത് വല്ല പൂച്ചയായിരിക്കും. പൂച്ച മുട്ടും. എന്നാലും മണിക്കുട്ടി പോയോ? മണിക്കുട്ടി പോയി. ഈശ്വര, 36. എല്ലാ ദൈവമേ, 36,000 പ്രാവശ്യം കേട്ടതായി സാധനം. അയ്യോ, ഞാൻ 36 വർഷം മറ്റേ ജോർജ് സാറിന്റെ ഡയലോഗ് പറഞ്ഞല്ല, 36 വയസ്സായെന്ന്. എനിക്ക് 36 വയസ്സായി. ഇതിനിടയ്ക്ക് ഞാൻ ഒരുപാട് പ്രാവശ്യം ഞാൻ ഒരുപാട് പെണ്ണുങ്ങളെ കണ്ട് പല കാരണങ്ങളായിട്ട് അത് 4 വാക്കും തെറിച്ചു പോയി. അവസാനം ഞാൻ പോയി ഒരു പാലമരത്തിരുന്ന് ആണി ഊരി. എന്ത് കാര്യത്തിന്? ഏച്ചി ഏതെങ്കിലും ഒന്ന് കെട്ടണം, ഇത്രയും വയസ്സായില്ലേ. അങ്ങനെ ഞാൻ നോക്കിന്നപ്പോ ഒരു കിടുക്കാച്ചി യക്ഷി ഇങ്ങനെ ഇറങ്ങി. എന്നിട്ട് എന്റെ അടുത്ത് പറയാ, ചേട്ടന് വേറെ നല്ല യക്ഷിയെ കിട്ടും, ഞാൻ കമ്മിറ്റഡ് ആണ്. ഞാൻ വീണ്ടും ആണി അവിടെ അടിച്ചു വെച്ചിട്ട് നടന്ന. ഇനിയിപ്പോ എന്താ, മണിക്കുട്ടിയും പോയി, ഞാൻ എന്ത് ചെയ്യുമെന്ന് പറ. ചേട്ടാ, എനിക്ക് ചേട്ടന്റെ വിഷമം മനസ്സിലാവും. മനസ്സിലാക്കിയിട്ട് എന്ത് കാര്യം?